ഇവിടെ വളരെ മഹത്തരമായ പദ്ധതികളാണ് ഇൻഫാമും അതേപോലെ തന്നെ മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലനാട് സൊസൈറ്റിയുമായി എനിക്ക് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായിട്ട് അതിനേക്കാൾ കൂടുതൽ അടുപ്പവും ബന്ധവുമുണ്ട്. ഈ രണ്ട് സൊസൈറ്റികളുമായുടെയും പ്രവർത്തനം പല സന്ദർഭത്തിലും നിരവധി ആളുകൾക്ക് സ്വാതന്ത്ര്യം പകർന്നിട്ടുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോവിഡ് കാലത്ത് ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ ഞാൻ മറ്റുമുണ്ടയിൽ അച്ഛനെ വിളിച്ചു. എന്താ, നമുക്കൊരു സഹായം ചെയ്യണമല്ലോ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, നമുക്ക് അവർക്ക് കുറച്ച് പാലും ബ്രെഡും ഒക്കെ ദിവസവും എത്തിക്കുകയാണെങ്കിൽ അത് വളരെ സഹായകരമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സാധനങ്ങൾ എത്തിച്ചു തരാം, ഡിസ്ട്രിബ്യൂഷൻ സഹാവ് ചെയ്തോണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് പീരുമേട്ടിൽ പാലും ബ്രെഡും എത്തി. അതിശയകരമായ കാര്യമാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ 4 പേരെ എൻ്റെ വണ്ടിയും വേറെ 3 വണ്ടികളും കൂടെ തരപ്പെടുത്തി കുമളി വരെയും അതുപോലെ തന്നെ ഏലപ്പാറ തൊട്ട് ചപ്പാത്ത് വരെയും തോട്ടങ്ങളിൽ പാലും ബ്രെഡും കൊടുത്തത് ഇപ്പോഴും ഓർക്കുകയാണ്. വലിയ ഒരു സാന്ത്വനമായിരുന്നു ആ കാര്യം എന്നുള്ളത്. ഏതാണ്ട് 3 മാസക്കാലം അത് വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ചാരിതാർത്ഥ്യജനകമായ പദ്ധതിയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സൊസൈറ്റികൾ ചെയ്യുന്നു എന്നത് തീർച്ചയായും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ ഇവിടെ പരാമർശിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഈ വനനിയമത്തെക്കുറിച്ചാണ്. ഉള്ള കാര്യം പറയാം, ഞാൻ ആ നിയമം വായിച്ചില്ല. എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ ദിവസം 10-20 ദിവസം വയനാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ ഒരു പ്രചരണ ജാഥയുമായിട്ട് കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങുകയായിരുന്നു. അതിനിടയിൽ നിന്നാണ് ഇവിടെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് ഇവിടെ ഓടിയെത്തിയത്. നിയമം വായിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞ്, ഞാൻ സെബാസ്റ്റ്യൻ പറഞ്ഞു അത് വാട്സപ്പിൽ ഇട്ട് തരാം, അത് വായിക്കാം എന്ന് കരുതുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ വനം വകുപ്പുകൾ എൻ്റെ ഏർപ്പാടിനോട് അശേഷം യോജിപ്പില്ല. അത് എന്നെപ്പോലെ ശക്തിയായി പറഞ്ഞു ഒരാളും കേരളം എന്ന വിഷയമില്ല. ഉണ്ടോ? ഇരിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ കയറി കിടക്കും, ഒരു സംശയവും വേണ്ട. കാരണം എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. ആ പീരുമേട് PDSൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അതിൻ്റെ നേരെ എതിർവശത്ത് കുറേ സ്ഥലമുണ്ട്, റവന്യൂ ഭൂമിയാണ്. എനിക്ക് 1972 തൊട്ട് പീരുമേടിൻ്റെ ചരിത്രം അറിയാം. റവന്യൂ ഭൂമിയാണ്. അത് ഒരു എക്സ്പെരിമെൻ്റൽ പ്ലോട്ടായിട്ട് ഈ പൈൻ മരം വെച്ച് പിടിപ്പിക്കാൻ കൊടുത്തു. ഇപ്പം തിരിച്ച് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അവന്മാർ അതിൻ്റെ അകത്തൊരു കെട്ടിടവും കൂടി ഉണ്ടാക്കി ഇപ്പോൾ അവരുടേതാണോ എന്ന് പറഞ്ഞ് നിൽക്കുക, വഴക്ക് തുടങ്ങി. നമ്മുടെ KLD ബോർഡിന് മുമ്പ് ഇൻഡോസിസ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഉളുപ്പൂണി ഭാഗത്തെല്ലാം ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ സ്ഥലമാണ്. അവിടെ കുറേ കൃഷിക്കാരൊക്കെ 100-150 പേര് സ്ഥലം കൈവശം വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ജെണ്ട ഇടാൻ വേണ്ടി ഉമ്മാർ മെനക്കെട്ടി വന്നു. ഞാൻ പറഞ്ഞു അടിച്ചോടിക്കുമെന്ന് തന്നെ പറയേണ്ടി വന്നു. അതേപോലെ നമ്മുടെ ആഷ്ലി ബൈസോൺ വാലി മാതാമക്കുളം ഇങ്ങോട്ട് കൂട്ടിക്കൽ റോഡുണ്ട്. അത് റോഡ് PWDയുടെയാണ്. അവിടെ ജെണ്ട ഇടുന്ന പണി ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുക, എൻ്റെ ജീപ്പ് വെച്ച് ജെണ്ട ഇടിച്ച് തകർക്കേണ്ടി വന്നു. അത്ര ശക്തമായി എതിർക്കേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം എന്താണ്, ശബരിമല സത്രത്തിൽ റവന്യൂ ഭൂമി ഒരു 12 ഏക്കർ ഒരു എയർ സ്ട്രിപ്പ് പണിയാൻ വേണ്ടി കൊടുത്തു. 5 ഏക്കർ സ്ഥലം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പണിയാൻ കൊടുത്തു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. 5 ഏക്കർ സ്ഥലം ടൂറിസം പ്രോജക്റ്റിന് വേണ്ടി കൊടുത്തു. ഒരു 100 പേർക്ക് നമ്മുടെ ഭൂമിയില്ലാത്തവർക്ക് 3 സെൻറ്റ് വെച്ച് ഉള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തു. നമ്മുടെ സർക്കാർ, കേരള സർക്കാർ ഒരു 17 കോടി രൂപ അനുവദിച്ച് എയർ സ്ട്രിപ്പിൻ്റെ പണി 90% പൂർത്തിയായി. 1000 കുട്ടികൾക്ക് വിമാനം പറത്തുന്ന പരിശീലനമാണ് അവിടെ നൽകുക. നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വലിയ സംഭവമാണ്. ഞങ്ങൾ വളരെ താല്പര്യപൂർവ്വം
ഞാൻ അതിൻ്റെ കൂടെ നിന്നു. റോഡ് വെട്ടി വന്നപ്പോൾ ബദേൽ പ്ലാന്റേഷൻ്റെ റോഡുണ്ട്, അയാളുടെ കാലേ കയ്യെ പിടിച്ച് അതിന് അനുവാദം മേടിച്ചു. ഇപ്പോൾ എന്താണ്, ഒരു 400 മീറ്റർ റോഡ് വെട്ടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തർക്കം പറഞ്ഞ് പണി സ്തംഭിച്ചിരിക്കുക. എന്താ പറയുക? 90% പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു നോട്ടിഫിക്കേഷൻ ഇട്ടു. ആ നോട്ടിഫിക്കേഷൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ തടസ്സം ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ പഴയ ആളുകൾക്കറിയാം, നമ്മുടെ 44-ാം മൈലിൽ വളഞ്ചാങ്കാനത്തേക്ക് തോട്ടാപ്പര വഴി വരുന്ന ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് അവരിപ്പോൾ അവരുടേതാണെന്നാണ് പറയുന്നത്. ഇത് പ്ലാക്കത്തടത്തെ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന റോഡാണ്. എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ അതിലെ ജീപ്പ് ഓടിച്ച് പോന്നിട്ടുള്ളതാണ്. ഫോറസ്റ്റിൻ്റെ DFO അടുത്ത കാലത്ത് തന്നിരിക്കുന്ന മറുപടി, അവിടെ അങ്ങനെ ഒരു റോഡുമില്ല, അങ്ങനെ ഒരു ഏർപ്പാടുമില്ല എന്ന് മറുപടി തന്നു. ഞാൻ വനാവകാശ പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷന് പരാതി കൊടുത്തു. ഗോത്ര കമ്മീഷൻ പറഞ്ഞു റോഡ് എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന്. എന്നിട്ടും അനങ്ങുന്നില്ല. ഇതാണ് ഇവരുടെ സ്വഭാവം. വളരെ ശക്തമായി തന്നെ നിലപാടുകളെടുത്തേ പറ്റൂ. അത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ചർച്ചയിൽ ഞാൻ ഈ കാട്ടുപന്നിയുടെ ശല്യം സഹിക്കാൻ മേലാത്ത ആളാണ്. എൻ്റെ വാളാടിയിലൊക്കെ എൻ്റെ വീടിൻ്റെ വാതൊക്കെ വന്ന് കതകെ തട്ടുക. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ വന്ന് നിൽക്കുക. ഒത്തിരി അനുഭവമായി. ഞാൻ സഭയെ പറഞ്ഞു, ഇവന്മാരെ വെടിവെക്കാൻ ഓർഡർ കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ ഇറച്ചി ഔഷധമൂല്യമുള്ള ഒരു സാധനമാണ്. എന്തെല്ലാം വനവിഭവങ്ങൾ നിങ്ങൾ വിൽക്കുന്നുണ്ട്, എത്രയോ വനവിഭവങ്ങൾ, ചന്ദനം, കുന്തിരിക്കം എല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന അതിനൊരു കിലോയ്ക്ക് ഒരു 200-300 രൂപ വില വെച്ച് നിശ്ചയിച്ചിട്ട് അത് ആവശ്യക്കാർക്ക് എടുക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും ഇതുപോലെ തന്നെ സഭയിലും മിക്കവാറും എല്ലാവരും കൈയടിച്ചു. എന്തായാലും സർക്കാർ അത് ശുപാർശ കേന്ദ്രത്തിന് അയച്ചു. കേന്ദ്രത്തിൽ നിന്ന് ഈയിടെ മറുപടി വന്നു, അത് പറ്റില്ല. എന്താ കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, അത് വരാഹമാണ് പോലും, ദൈവത്തിൻ്റെ അവതാരമാണ് പോലും വരാഹം. ഞാൻ പറയുന്നു, വരാഹത്തെ കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്ന നമ്മുടെ ഇത്. എന്നാൽ പിന്നെ അത് അങ്ങനെയെങ്കിലും അത് പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടിരിക്കുക. ഇതാണ് ഇവരുടെ ഏർപ്പാട്. മനുഷ്യനെ പൊറുതിമുട്ടിക്കുക എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ഏർപ്പാട്. കുരങ്ങന്മാരെ കൊണ്ട് സഹി കെട്ടു, അവന്മാരെ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇതെല്ലാം അതും ദൈവമാണ്, ഹനുമാനാണ്, ദൈവമാണ്. വലിയ പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത്. ഒരു കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട, മുഴുവൻ ജനങ്ങളും ശക്തിയായി ഇറങ്ങി പ്രതികരിച്ചുവെങ്കിൽ മാത്രമേ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കൂട്ടർ മേലിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, അത് വേറെ വഴിയില്ല. അതാണ് വനം വകുപ്പിൻ്റെ ഏർപ്പാട്. എന്തായാലും ശരി, ഒരു കാരണവശാലും ഈ ബില്ല് നിയമസഭയിൽ വന്നാൽ എനിക്ക് വിപ്പ് തരേണ്ട ആൾ അതിനെ എതിർക്കുമെന്ന് പറഞ്ഞേച്ചാൽ ഇറങ്ങിപ്പോയത്. ഞാൻ അതാ ധൈര്യമായിട്ട് ഇത്രയും പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും തറപ്പിച്ച് പറയുന്നു, ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല. എനിക്ക് വിപ്പ് കിട്ടിയെങ്കിലേ എനിക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് വിപ്പ് കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായി. അതുകൊണ്ട് നമുക്ക് ഈ വക കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കാം. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള സഫലം പദ്ധതികളുടെ തുടക്കം കുറിച്ചായി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.